പക്ഷെ ഈ പരാതിക്കാരിയുടെ വേദന ഇവരെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അവർ പറഞ്ഞത് ശരിയാണോ എന്നെങ്കിലും എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? മനസ്സിലാകാത്ത കാര്യമാണ്. PT കുഞ്ഞുമുഹമ്മദിന്റെ പരാതിയെക്കുറിച്ച് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പരാതി വന്നപ്പോൾ ചെയ്തതുപോലുള്ള ഒരു നിലപാട്, എടുത്തതുപോലെ ഒരു നിലപാട് എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? ശബ്ദരേഖകളൊന്നും ഇല്ലേ? അതൊക്കെ ഇറക്കണ്ടേ? കൃത്യം സമയങ്ങളിൽ നമുക്കതൊക്കെ ഇറക്കണ്ടേ? എന്താണ് ഇതൊന്നും സംഭവിക്കാത്തത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതിക്കാരുടെ ഒരു ശബ്ദരേഖ പുറത്തു വന്ന സമയത്ത് അന്ന് ഇതാരുടെ ശബ്ദരേഖയാണെന്നൊന്നും വ്യക്തമല്ല. ആദ്യഘട്ടത്തിലാ അന്ന് കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ചാനൽ അതേപറ്റി ചർച്ച നടത്തിയില്ല. മറ്റു പലരും അത് ചർച്ചാ വിഷയമാക്കി. കാരണം അവർക്ക് വേറെ അജണ്ടയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിഗ്രഹിക്കുക എന്നൊരു അജണ്ടയുണ്ടല്ലോ. അതുകൊണ്ട് അവരെല്ലാവരും ചർച്ചാ വിഷയമാക്കി. അതിന്റെ പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചാനലിനെ മുച്ചൂടും ചീത്ത പറഞ്ഞ ചാനൽ സഹാക്കൾ കേരളത്തിലുണ്ട്. അവരാരും PT കുഞ്ഞുമുഹമ്മദിനെതിരായിട്ടുള്ള പരാതിയെപ്പറ്റി ഇതുവരെ ശബ്ദിച്ചതായിട്ട് കണ്ടിട്ടില്ല. അതിന് കാരണമുണ്ട്. രാഹുലും മാങ്കൂട്ടത്തിൽ അന്ന് കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷെ PT കുഞ്ഞുമുഹമ്മദേ ഞങ്ങളുടെ സഹാവ. അതാ കാരണം.